നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. പോർച്ചുഗൽ അതിൻ്റെ ലോകകപ്പ് സന്നാഹ മത്സരം വിജയിച്ചിരിക്കുന്നു. ഇവർക്കെതിരെ ചിലിക്കെതിരെ ശക്തരായ ചിലിക്കെതിരെയാണ് പോർച്ചുഗലിൻ്റെ വിജയം. 1-2 ഗോളുകൾക്കാണ് വിജയം. അവർക്ക് വേണ്ടി പോർച്ചുഗലിന് വേണ്ടി ഗൈഡസ് 58-ാമത്തെ മിനിറ്റിലും ബ്രൂണോ ഫെർണാണ്ടസ് 75-ാമത്തെ മിനിറ്റിലുമാണ് ഗോളടിച്ചത്. ചിലിയുടെ ഗോൾ അവസാന ഘട്ടത്തിൽ 92-ാമത്തെ മിനിറ്റിൽ ഇഞ്ചുറി ടൈമിൽ സെപ്പേഡയാണ് അടിച്ചത്. അങ്ങനെ 1-2 ഗോളുകൾക്ക് പോർച്ചുഗൽ ചിലിയെ തോൽപ്പിച്ചിരിക്കുന്നു. തീർച്ചയായും കളിയിൽ പോർച്ചുഗലിന് തന്നെയായിരുന്നു മുൻതൂക്കം, അക്കാര്യം പറയാതെ വയ്യ. എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ CR7 പോർച്ചുഗൽ ലോകകപ്പിന് തൊട്ടു മുന്നേ ഈ വിജയം നേടിയതിലൂടെ വലിയ ആത്മവിശ്വാസമാണ് നേടിയെടുത്തിട്ടുള്ളത്. അവർ ലോകകപ്പിന് തയ്യാറായിരിക്കുന്നു എന്ന് തന്നെയാണ് അതിനർത്ഥം. മറ്റൊരു മത്സരത്തിൽ മറ്റൊരു മത്സരത്തിൽ ബെൽജിയം ടുണീഷ്യയെ തകർത്തു വിട്ടു. എതിരില്ലാത്ത 5 ഗോളിനാണ് ജയിച്ചിരിക്കുന്നത്. അതിഗംഭീരമായ വിജയം എന്ന് തന്നെ പറയണം. എല്ലാ അർത്ഥത്തിലും തകർത്ത കളിയായിരുന്നു ബെൽജിയത്തിൻ്റെ. അങ്ങനെ ബെൽജിയവും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഞങ്ങളും ലോകകപ്പിന് തയ്യാറാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധം ടുണീഷ്യയെ എതിരില്ലാത്ത 5 ഗോളിന് തോൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ 2 സന്നാഹ മത്സരങ്ങൾ, പോർച്ചുഗൽ ചിലിയെയും ബെൽജിയം ടുണീഷ്യയെയും തോൽപ്പിച്ചുകൊണ്ട് ലോകകപ്പിന് ഒരുങ്ങിയിരിക്കുന്നു എന്ന സൂചന എല്ലാവർക്കും, സന്ദേശം എല്ലാവർക്കും, എല്ലാ ടീമുകൾക്കും ഞങ്ങൾ ഭീഷണിയാണ് എന്ന വരുന്ന സന്ദേശം എല്ലാവർക്കും നൽകിയിരിക്കുന്നു.